അല്ല പ്രത്യേകിച്ചും ആൺമക്കളോടും പെൺമക്കളോടും ഒപ്പം അച്ഛനമ്മമാർ ചെന്ന് കാണേണ്ട നല്ലൊരു മൂവിയാണ്. പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അതല്ലേ 2-3 സ്റ്റേയും ബാക്കി കാര്യങ്ങളൊക്കെ വന്ന് പ്രശ്നങ്ങളായത്. അതുകൊണ്ട് എല്ലാവർക്കും കൊള്ളുന്ന ടൈപ്പുള്ള ഒരു പടം തന്നെയാണ്. ഇഷ്ടപ്പെട്ടു. എല്ലാ പുരുഷന്മാരും പ്രത്യേകിച്ച് വന്ന് കാണേണ്ട സിനിമയാണ്. അതിനുള്ള പോരായ്മ കാലത്തിനനുസരിച്ച് നിയമത്തിലും മാറ്റം വരേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ വിവാദങ്ങൾക്കും നിയമ പോരാട്ടത്തിനും ഒടുവിൽ ജഗദീഷും ആസിഫലിയും പ്രധാനമായിട്ട് വരുന്ന ആഭ്യന്തര കുറ്റവാളി ഇന്ന് റിലീസാണ്. സിനിമയാണെന്ന് സിനിമയുടെ പ്രശ്നം ചോദിച്ചു നോക്കാം. നല്ല സിനിമ. ആസിഫിൻ്റെ ഗംഭീര പെർഫോമൻസാണ്. ആസിഫ് ഈ അടുത്ത കാലത്ത് എനിക്കൊന്ന് കെട്ടിയോളം മാലാഖയുടെ കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏറ്റവും നല്ലൊരു പെർഫോമൻസാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു പടമാണ്. പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്ന സിനിമയെന്നൊക്കെ പറയുന്നുണ്ട്. അതെ, പുരുഷന്മാർക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ട്. അത് ഭയങ്കരമായിട്ട് ആൾക്കാർ ശ്രദ്ധിക്കാത്ത പല ആംഗിളിലും പുരുഷന്മാർക്ക് വേണ്ടി സിനിമ സംസാരിക്കുന്നു. എന്നാലും നല്ലൊരു പടമായിരിക്കും. ഒരു ആവറേജേ ഉള്ളൂ, അത്ര ഇതില്ല. ആസിഫിലേക്ക് കുഴപ്പമില്ല, കാണാം, പടം പൊളിയാണ്, ആവറേജേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടു. എല്ലാ പുരുഷന്മാരും പ്രത്യേകിച്ച് വന്ന് കാണേണ്ട സിനിമയാണ്. സ്ത്രീകളും കാണണം. വളരെ നല്ല സിനിമ. ആസിഫിലേക്ക് ഒരു ഹാറ്റ്സ് ഓഫ്. നല്ല പടമായിരുന്നു. എല്ലാവരും കാണേണ്ട പടമാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർക്ക് വേണ്ടി ആദ്യമായിട്ടാണ് ഒരു വോയിസ് സ്ത്രീകൾക്ക് വേണ്ടി സിനിമ വരുന്നത്. പുരുഷന്മാർക്ക് വേണ്ടി ഒരു നേച്ചർ സിനിമയാണ്. ആസിഫിൽ നല്ല അഭിനയമായിരുന്നു, തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. ഇത് സത്യം പറഞ്ഞാൽ പുരുഷന്മാർക്ക് വേണ്ടിയുള്ളൊരു സിനിമയാണ്. അത് കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്ത്രീകൾക്ക് സംരക്ഷണം കൊടുക്കുന്ന ഇതാണ് കോടതിയാണ് ഇപ്പോൾ കൂടുതലുള്ളത്. പക്ഷേ പുരുഷന്മാർ അനുഭവിക്കുന്ന കുറേ പ്രശ്നങ്ങളും ബാക്കി കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് നമ്മൾ തിരിച്ചറിയണം. അതിൻ്റെ കാര്യങ്ങളൊക്കെ വ്യക്തമാക്കി കൊടുക്കുന്ന ഒരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ആസിഫ് അലീൻ്റെ ഇപ്പോഴത്തെ കിടിലം സെലക്ഷൻസാണ് മൂവീസ്. അതിലെ ഏറ്റവും ബെസ്റ്റ് സെലക്ഷനാണ് ആഭ്യന്തര കുറ്റവാളി എന്ന് പറഞ്ഞ മൂവി. കാരണം ആണുങ്ങൾക്ക് പലയിടത്തും ഒരു വോയിസ് കിട്ടുന്നില്ല. ഇപ്പോൾ ഒരു കല്യാണ ജീവിതം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെൺകുട്ടികൾ പല ഇല്ലാത്ത കേസുകളൊക്കെയാണ് കൊടുക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ചുറ്റിപ്പറ്റിയുള്ളൊരു പടമാണ്. ഇങ്ങനത്തെ ഒരു പടം ഒരു റിസ്കി മാറ്ററാണ് ചെയ്യുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. എല്ലാവരും ഞാൻ പറയാം, എല്ലാ ആണുങ്ങളും നല്ല ആൾക്കാരല്ല. ചിലവർ നല്ലവരായിരിക്കാം. പക്ഷേ ഇവരുടെ കുറേ വ്യക്തിപരമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി അവർ യൂസ് ചെയ്യുന്ന പോലെ തോന്നിയിട്ടുണ്ട് പലതിലും. എൻ്റെ ചുറ്റുമുള്ള കുറേ സുഹൃത്തുക്കളുടെ ജീവിതമൊക്കെ അങ്ങനെയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് നോക്കിയപ്പോൾ എനിക്ക് അവരെയൊക്കെ എനിക്ക് കാണാൻ പറ്റി ഈ സിനിമയിലൂടെ. കാരണം ആസിഫിൻ്റെ പെർഫോമൻസ് അത്രമാത്രം ഡെപ്തിലുണ്ടായിരുന്നു. പിന്നെ അഭിനയിച്ചവരൊക്കെ ആനന്ദ് മന്മഥനാണെങ്കിലും അസീസ് ആണെങ്കിലും ബാക്കി എല്ലാവരും നല്ല രീതിക്ക് ചെയ്തിട്ടുണ്ട്. എനിക്കെന്തോ ഇതെല്ലാവരും കാണേണ്ട ഒരു പടമാണ്. തീർച്ചയായിട്ടും തിയേറ്റർ സപ്പോർട്ട് വേണം ഇതിന്. ഇങ്ങനത്തെ പടങ്ങൾ വേണം. പുരുഷപക്ഷ സിനിമയാകുമ്പോൾ ഫെമിനിസ്റ്റിനൊക്കെ ഇത് കൊള്ളാൻ ചാൻസ് ഉണ്ടോ? സിനിമ കൊള്ളാം. അതല്ലേ 2-3 സ്റ്റേയും ബാക്കി കാര്യങ്ങളൊക്കെ വന്ന് പ്രശ്നങ്ങളായത്. അതുകൊണ്ട് എല്ലാവർക്കും കൊള്ളുന്ന ടൈപ്പുള്ള ഒരു പടം തന്നെയാണ്. പക്ഷേ ഒരു എന്താ പറയുക, ഇതുവരെ ചെയ്തതിൽ ഒരു മികച്ച ഒരു സെലക്ഷൻ തന്നെയാണ് ആസിഫ് അലീൻ്റെ ഈ ഒരു പടം. പുരുഷന്മാർക്ക് വേണ്ട സിനിമ എന്നല്ലേ പറഞ്ഞു വന്നത്? അങ്ങനെയൊന്നുമല്ല. നമ്മുടെ നിയമത്തിലുള്ള പല കാര്യങ്ങളും അതിനുള്ള പോരായ്മ കാലത്തിനനുസരിച്ച് നിയമത്തിലും മാറ്റം വരേണ്ട കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. നല്ല സിനിമ എന്ന് പറയുമ്പോൾ സിനിമയുടെ ആ ഒരു കൺസെപ്റ്റ് വെച്ചും ആ കഥ വെച്ചും പിന്നെ മേക്കിംഗ് വൈസ് ആയാലും വളരെ നല്ലൊരു ഫിലിമാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യന്മാരും അവരുടെ വീട്ടുകാരും പെൺകുട്ടികളും അവരുടെ വീട്ടുകാരും എല്ലാം ഡെഫിനറ്റ്ലി വന്ന് കാണണമെന്നാണ് പറയുന്നത്. പിന്നെ നമ്മുടെ നിയമവശങ്ങൾ എന്ന് പറഞ്ഞാൽ 498 ഡൊമസ്റ്റിക് വയലൻസ് ആക്ട്, സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ സിനിമ ഈ ഒരു നിയമം ഉണ്ടാക്കിയെങ്കിലും പക്ഷേ ഇത് പുരുഷന്മാർക്കെതിരെ എടുക്കാനുള്ള ആയുധമായിട്ട് പെൺകുട്ടികളായാലും സ്ത്രീകളായാലും അവരുടെ വീട്ടുകാരായാലും പ്രയോഗിക്കുന്നത്. അത് കാരണം നമ്മൾ നോർമലി ഒരു കണക്കെടുത്തത് തന്നെ അറിയാം. ഈ 498 പ്രയോഗിക്കുന്ന ഒരു മെജോറിറ്റി കേസിൽ ഇത് വെറുതെ കേസ് കൊടുത്തിട്ട് പിന്നീട് അത് കള്ളമാണെന്ന് തെളിഞ്ഞിട്ടുള്ള കേസുകളാണ്. അപ്പോൾ അത് തന്നെയാണ് ഈ സിനിമ കാണിക്കുന്നത് എന്ന് പറയുമ്പോൾ. പിന്നെ ആക്ടിങ് വൈസ് ആസിഫ് അലി വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. സിനിമ ഡയറക്റ്റ് ചെയ്യാനും നല്ല തന്നെ. പിന്നെ അതിലെ നായികന്മാരായാലും ബാക്കി കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളവരും ഹരിശേഷവൻ്റെയൊക്കെ നല്ല പെർഫോമൻസ് ഉണ്ട്. പിന്നെ ഒരുപാട് ആക്ടേഴ്സ് പേരെടുത്ത് പറയാനില്ല, അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല എന്ന് പറയുമ്പോൾ കുടുംബമായിട്ട് എന്ന് പറയുമ്പോൾ അച്ഛനമ്മമാരും അവരെ ആൺമക്കളോടും പെൺമക്കളോടും ഒപ്പം വന്നിരുന്ന് കാണാൻ പറ്റിയ നല്ലൊരു മൂവിയാണ്. വളരെ നല്ലൊരു, വേണമെങ്കിൽ ഇതിനെ പുരുഷപക്ഷ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. സ്ത്രീപക്ഷ സിനിമകളിൽ കൂടെ വന്നുകൊണ്ടിരിക്കുന്നത് അത് അധികവും അതാണ്. കാരണം പിന്നെ ഈ ഫെമിനിസ്റ്റുകൾക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നല്ല, ഇതിൽ വളരെ പച്ചയായിട്ടുള്ള ഒരുപാട് യാഥാർത്ഥ്യങ്ങൾ കാണിച്ചിട്ടുള്ള സിനിമയാണ്. പിന്നെ നമ്മൾ കുടുംബ കോടതിയിലൊക്കെ കയറി ഇറങ്ങിയിട്ടുള്ളവർക്ക് വളരെ റിലേറ്റ് ചെയ്യാൻ പറ്റും. അവിടെ കാണുന്ന കാഴ്ചകളൊക്കെയാണ് സിനിമ. അതിൻ്റെ ഒരു പച്ചയായിട്ടുള്ള ആവിഷ്കാരമാണ്. ഒരു 10ൽ 10 മാർക്കും കൊടുക്കാൻ പറ്റിയ നല്ലൊരു മൂവിയാണ് എന്ന് പറയുമ്പോൾ. പിന്നെ നമുക്ക് തമാശ സിനിമയെന്നല്ല, വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ് വളരെ ഭംഗിയായിട്ട് ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. നല്ല തിരക്കഥയുണ്ട്. ഡെഫിനറ്റ്ലി വാച്ച് ചെയ്യേണ്ട മൂവിയാണ്. അല്ല പ്രത്യേകിച്ചും ആൺമക്കളോടും പെൺമക്കളോടും ഒപ്പം അച്ഛനമ്മമാർ ചെന്ന് കാണേണ്ട നല്ലൊരു മൂവിയാണ്. പുരുഷന്മാർക്കുള്ള സിനിമ എന്നാണല്ലോ പറയുന്നത്. അതെ, പുരുഷന്മാർക്കുള്ളതാണ്, സ്ത്രീകൾക്കുള്ളതാണ്, കുടുംബത്തോടെ കാണാനുള്ള സിനിമയാണ്.
ഒരു മെസ്സേജൊക്കെ ഉണ്ട് സിനിമയ്ക്ക്. അതെ, നല്ല മെസ്സേജ്. സിനിമ ഉള്ളായിരുന്നു, അടിപൊളി സിനിമയായിരുന്നു. ജീവിത പ്രശ്നം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളതായിരുന്നു സിനിമയുടെ ടോപ്പിക്. സംഭവം കൊള്ളാം. നമ്മളായിട്ട് ഇനി ഇതേപോലെ വിചാരിച്ചാൽ സോൾവ് ചെയ്യാൻ പറ്റും. ലൈഫൊക്കെ തിരിച്ചു പിടിക്കാൻ പറ്റും. നഷ്ടപ്പെട്ട ലൈഫ് തിരിച്ചു പിടിക്കാൻ പറ്റും. ഈ ഭാര്യ ഭർത്താക്കന്മാർ കാണേണ്ടത് തന്നെയാണോ സിനിമ? കാണേണ്ട സിനിമയാണ്. ഒരു ജീവിതത്തിൽ പ്രശ്നം വന്നാൽ അതെങ്ങനെ സോൾവ് ചെയ്യാം, അതിൻ്റെ ഒരു പക്ക ഒരു ഐഡിയ സിനിമ കൊടുക്കുന്നുണ്ട്. കുഴപ്പമില്ല ബ്രോ. ഇപ്പോഴത്തെ കല്യാണം, അത് കഴിഞ്ഞുള്ള പെട്ടെന്നുള്ള ഒരു മാസത്തിലെ ഡൈവേഴ്സ്, അതാണ് സബ്ജക്റ്റ്. പിന്നെ കുറച്ച് മെയിൽ ഓറിയൻറ്റഡ് ആണ്. ഫാമിലി കാണാം, ചോദിച്ചാൽ ഫാമിലിയായിട്ട് കാണാൻ പറ്റും. എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലതാണ്, റെലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഈ പുരുഷന്മാർക്ക് വേണ്ടിയുള്ള സിനിമ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അങ്ങനെയാണ്? ആണ്. അതായത് ഇപ്പം സ്ത്രീകൾ കുറേ ലോസും ഒക്കെ പറഞ്ഞിട്ട് അവരുടെ മേലാണല്ലോ, അപ്പം അതിനെതിരായിട്ടുള്ളൊരു ഉണ്ട്.